വയനാട്ടിൽ നിന്നുള്ള മറ്റ് പുതിയ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തിരുനെല്ലിയിലേക്കാണ്. തിരുനെല്ലിയിൽ പ്രധാനപ്പെട്ട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, വയനാട്ടിലത്തെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് എന്നറിയപ്പെടുന്ന നെട്ടറ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ, ഒരു ചെറിയ ഫോറസ്റ്റ് ഡ്രൈവും വൈൽഡ് ലൈഫ് സ്പോട്ടിങ്ങും, പിന്നെ തിരുനെല്ലിയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഫേമസ് ആയ കുട്ടേട്ടൻ ഉണ്ണിയപ്പം കട, പിന്നെ തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിയിലത്തെ കാഴ്ചകളായ മാനന്തവാടി പള്ളി, പുതിയതായിട്ട് ആരംഭിച്ച കോമാച്ചി പാർക്ക്, അവിടുത്തെ മെയിൻ അട്രാക്ഷനായ ബേർഡ് ഫീഡിങ്ങും മറ്റ് ആക്ടിവിറ്റീസുകളും നിറഞ്ഞ ഒരു ഫൺ ഫീൽഡ് അഡ്വഞ്ചർ ഫീൽഡ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക, എൻജോയ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ ഞങ്ങൾ സ്റ്റേ എടുത്തത് കൽപ്പറ്റയുടെ അടുത്തായിട്ടുള്ള ട്രെക്കിംഗ് ട്രയൽസ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. കോടമഞ്ഞിൽ മൂടി കിടക്കുന്ന ഈ റിസോർട്ടിൻ്റെ രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ചെക്കൗട്ട് ചെയ്ത് ട്രെക്കിംഗ് ട്രയൽസ് റിസോർട്ടിനോട് വിട പറഞ്ഞുകൊണ്ട് തിരുനെല്ലിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഈ റിസോർട്ടിലേക്ക് എത്തിപ്പെടാൻ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരണം. ഒരു ചായ കുടിക്കാനായിട്ട് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കൽപ്പറ്റ ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന 1980s എന്നറിയപ്പെടുന്ന ഒരു നൊസ്റ്റാൾജിക് റെസ്റ്റോറൻറ്റിൻ്റെ അവിടെയാണ്. തനതായ പുരാതന കേരള ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു ഹോട്ടലാണിത്. നല്ലൊരു ചൂട് ചായ കുടിച്ചിട്ട് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ചായക്കട കൂടാതെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. വുഡ് വർക്കൊക്കെ ചെയ്ത് നല്ലൊരു ട്രഡീഷണൽ സ്റ്റൈലാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തത്. ഒരുപാട് സിനിമ നടന്മാർ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് സംഭവമാണ് ഇവിടെ കാണുന്നത്. മെനു ബോർഡൊക്കെ ഒരു ചോക്ക് കൊണ്ട് എഴുതി വെച്ചേക്കുന്നു. അതിന് മേളിൽ എഴുതിയേക്കാണ് കേട്ടോ, വി ഡോണ്ട് ഹാവ് വൈഫൈ, ടോക്ക് ടു ഈച്ച് അതർ, പ്രിറ്റൻഡ് ഇറ്റ്സ് 1980s. അടിപൊളി സംഭവമാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ചായ കുടിച്ചിട്ട് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഏകദേശം 1.5 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നട്ടുച്ച സമയത്ത് ഞങ്ങൾ മാനന്തവാടി എത്തിയിരിക്കുകയാണ്. പോകുന്ന വഴി മാനന്തവാടി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച് എന്നറിയപ്പെടുന്ന മാനന്തവാടി പള്ളിയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി. പള്ളിയിലേക്കുള്ള വഴിയുടെ 2 സൈഡിലും കുരിശിൻ്റെ വഴി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാനന്തവാടി ടൗണിൻ്റെ നടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിടിലൻ പള്ളി. എന്തായാലും ഞങ്ങൾ അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ആ സമയത്ത് നിങ്ങൾ പള്ളിയുടെ കാഴ്ചകളൊന്ന് പോയി കണ്ടിട്ട് വാ. മാനന്തവാടി പള്ളിയെ കണ്ടിട്ട് ഞങ്ങളിനി പോകാൻ പോകുന്നത് വയനാട്ടിൽ പുതിയതായിട്ട് ആരംഭിച്ച കോമാച്ചി പാർക്കിലേക്കാണ്. ഇവിടെ നിന്ന് 13 കിലോമീറ്റർ ദൂരം മാറി ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് ആ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കോമാച്ചി പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു അതിമനോഹരമായ പാർക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്.
ആദ്യം ടിക്കറ്റ് എടുക്കാൻ പോവാം. അഡൽട്ടിന് 200 രൂപയും ചൈൽഡിന് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുറേ ആക്ടിവിറ്റീസും റൈഡ്സ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഇവിടെ സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ്. പിക്സൽ പോട്ട്സ് ഡോർമെറ്ററി ഉണ്ട്. കഴിഞ്ഞ വർഷമാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഏകദേശം 10 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചെടുക്കുകയാണ് ഈ പാർക്ക്. ആദ്യം തന്നെ ഫോട്ടോഗ്രാഫി മ്യൂസിയത്തിലേക്കാണ് കയറുന്നത്. ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം, പണ്ട് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇവർ നമ്മളെ ഒരു തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. ഈ പാർക്കിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടേണ്ട ഒരു വീഡിയോ പ്ലേ ചെയ്യും. ഇതുപോലത്തെ ഒരുപാട് ഫോട്ടോ പോയിന്റിൽ പാർക്കിൻ്റെ മുക്കുമൂലയിൽ കാണാൻ സാധിക്കും. പിന്നെ ഇത് ഇന്ത്യയിലത്തെ ആദ്യത്തെ ഫോട്ടോഗ്രാഫിക് തീം പാർക്കാണ് കേട്ടോ. ഏകദേശം 200-ലധികം ഫോട്ടോ പോയിന്റുകളുണ്ട്. ബോട്ട് തുഴയുന്ന പോലത്തെ ഒരു സംഭവം. ഫോട്ടോ പോയിൻ്റാണ്, ബോട്ട് പോകത്തൊന്നുമില്ല. ഒരുപാട് ഫോട്ടോസും റീൽസും എടുത്ത് തകർക്കാൻ പറ്റിയ സ്ഥലമാണിത്. ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പഴയ വണ്ടികളൊക്കെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് ഏവിയറി. പലതരം റെയർ ബേർഡ്സിൻ്റെ ഒപ്പം സമയം ചെലവഴിച്ച് അവരെ കയ്യിലേക്ക് എടുത്ത് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. ആദ്യമായിട്ട് ഈ തരം ബേർഡ്സിലേക്ക് കയ്യിലേക്ക് വെക്കണേ, അതിൻ്റെതായിട്ടുള്ള പേടിയും എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ട്. എന്തായാലും എൻജോയ് ചെയ്ത് കുറച്ച് നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ. അങ്ങനെ ഏവിയറിലത്തെ കാഴ്ചകളും ബേർഡ് ഫീഡിങ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് മറ്റു കാഴ്ചകളിലേക്ക് പോകാണ്. ഈ പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ പിള്ളേർക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആംഫി തിയേറ്റർ, ഓപ്പൺ എയർ ജിമ്മ്, ആർട്ട് ഗാലറി, പലതരം റൈഡുകളൊക്കെ നിറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലമാണിത്. എന്തായാലും നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരിക. മാനന്തവാടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ പാർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് കോമാച്ചി പാർക്കിൽ നിന്നുള്ള കാഴ്ചകൾ. എന്തായാലും തിരുനെല്ലിയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ കാട്ടിക്കുളമൊക്കെ കഴിഞ്ഞ് തിരുനെല്ലി പോകുന്ന വഴി ഒരു അടിപൊളി സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ ഒരു നദി ഒഴുകി പോകുന്നത് കാണാം. ഇപ്പോൾ കുറച്ച് നേരം ഈ പുഴയുടെ വ്യൂ ഒക്കെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഒരു വുഡൻ പാലം കാണാൻ സാധിക്കും. താഴെ മൊത്തം മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. തിരുനെല്ലിയുടെ അടുത്ത് എത്തുന്തോറും വഴിയുടെ ഭംഗി കൂടി കൂടി വരാണ്. ഒരു സൈഡിൽ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റും. അമ്പോ എന്താണല്ലേ വ്യൂ നോക്ക്. വയനാട്ടിലെ പല സ്ഥലങ്ങളും അടിച്ചുപെറുക്കി കണ്ടിട്ടുണ്ടെങ്കിലും ഈ തിരുനെല്ലി ഭാഗത്ത് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ആയിട്ടുള്ള ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ഭാഗമാണിത്. കയറിയപ്പോൾ തന്നെ ഒരു കൂട്ടം ആനകളെ കാണാൻ സാധിച്ചു.
അങ്ങനെ കാടിൻ്റെ ബോർഡറിൽ സ്ഥിതി ചെയ്യാണ് KTDCയിലെ ടാമറിൻ തിരുനെല്ലി ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെയാണ് സ്റ്റേ എടുക്കുന്നത്. വരുന്ന വഴിയിൽ മൊത്തം ഇലക്ട്രിക് ഫാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. സോപ്പും ഡെന്റൽ കിറ്റൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരമായപ്പം തിരുനെല്ലിയിലത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം കാണാനായിട്ട് ഇറങ്ങിയേക്കാണ്. സ്കൈയുടെ നിറം നോക്കി എന്ത് ഭംഗിയാണല്ലേ. ഇതാണ് തിരുനെല്ലി ടൗൺ. എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഗ്രാമം. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ അമ്പലത്തിലേക്ക് പോകാണ്. അപ്പോൾ ഇതാണ് കേട്ടോ തിരുനെല്ലിയിൽ പേര് കേട്ട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ബ്രഹ്മഗിരി മലയുടെ സൈഡിൽ മഹാവിഷ്ണുവിന് ഡെഡിക്കേറ്റ് ചെയ്തുള്ള ഒരു പുരാതന ക്ഷേത്രമാണിത്. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അമ്പലം. അങ്ങനെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് കാട്ടിലൂടെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാണ്. പോകുന്ന വഴി ഞങ്ങൾക്ക് 2-3 കാട്ടുപോത്തുകൾ കാണാൻ സാധിച്ചു. എന്തെങ്കിലും റൂമിൽ ചെന്നൊന്ന് കിടക്കട്ടെ, ബാക്കി കാഴ്ചകൾ നമുക്ക് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ. വെളുപ്പിന് തന്നെ ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. ഇവിടെ അടുത്തായിട്ട് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പ കട ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഒരുപാട് പേര് പോയി അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ വീണ്ടും മാനുകളെ കാണാൻ പറ്റി. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പം ദേ 2 കാട്ടുപോത്ത്. രാവിലത്തെ തണുപ്പും മഞ്ഞും കൊണ്ട് ഉണ്ണിയപ്പം കട ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുകയാണ്. ചെറുതായിട്ട് കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. വെളുപ്പിന് വഴിയിൽ കൂടെ തണുപ്പൊക്കെ കൊണ്ട് പോകുമ്പോൾ പ്രത്യേക ഫീലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റൂട്ടാണിത്. തിരുനെല്ലിയിൽ നിന്ന് അപ്പപ്പാറ വഴി തോൽപ്പേട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. വീണ്ടും മാൻകൂട്ടങ്ങളെ കണ്ടു. മാനുകൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന കാഴ്ച കൂടെ കാണാൻ പറ്റി. ആ ഒരു കാഴ്ച കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പം കടയുടെ അവിടെ. ഒരു ജംഗ്ഷനിലാണ് ഈ ഉണ്ണിയപ്പം കട സ്ഥിതി ചെയ്യുന്നത്. കാട്ടിക്കുളത്ത് നിന്ന് തോൽപ്പെട്ടി വഴി വിരാജ്പേട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ആൾക്കാരെ ആകർഷിക്കുന്നത്. അപ്പം ഞങ്ങളും ഒരു കട്ടൻ കാപ്പിയും കുറച്ച് ഉണ്ണിയപ്പം മേടിക്കുകയാണ്. തിരുനെല്ലിയിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് പോകുന്ന KSRTC ഓർഡിനറി ബസ്.
അങ്ങനെ ഒരു കട്ടൻ കാപ്പിയും ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് തിരിച്ച് തിരുനെല്ലിയിലേക്ക് പോകാണ്. ഞങ്ങളിനി പോകാൻ പോകുന്നത് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നെട്ടറ ഗ്രാമം കാണാൻ വേണ്ടിയിട്ടാണ്. വയനാട്ടിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് എന്നറിയപ്പെടുന്ന നെട്ടറ ഗ്രാമം. പാടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഈ കിടിലൻ വഴിയാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. രാവിലെ വന്നതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇതിലൂടെ ഒഴുകി പോകുന്ന കാലിന്തി റിവർ. പെട്ടെന്ന് കാശ്മീരിലെത്തിയോന്ന് സംശയിച്ചു പോകും. ആ ലെവലിലുള്ള ഭംഗിയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യൂ കണ്ട് നെട്ടിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ സ്ഥലത്തിന്റെ ഭംഗിയൊന്ന് പോയി കണ്ടിട്ട് വാ. എന്ത് ഭംഗിയാണല്ലേ നെട്ടറ ഗ്രാമം. ഈ കാലിന്തി നദിയുടെ കാഴ്ചകൾ, ശാന്തമായിട്ട് ഒഴുകി പോകുന്ന കാലിന്തി നദി, നല്ല ക്ലിയർ നീല കളർ വെള്ളമാണ് കേട്ടോ. തിരുനെല്ലിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട്. അങ്ങനെ നെട്ടറ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ എടുത്ത് KTDC ടാമറിൻ ഹോട്ടലിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ബാംഗ്ലൂർക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോനെ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റൊക്കെ കിടിലൻ കാഴ്ചകളായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ബൈ.